ആ ചേട്ടനായിരുന്നോ? എവിടെ നിന്ന് ഇത്ര ദിവസം? വിളിച്ചേട്ടാ കാര്യം എന്താ? നിനക്ക് കാര്യം എന്താണെന്ന് അറിയില്ലടാ. എന്ത്? നിനക്ക് വർഷം അറിയാവോ? ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ചേട്ടനെയും ഗോകുലിനെ കുറിച്ചിട്ടാണ്. എന്താ കാര്യം? ഞങ്ങൾ പഴയ കമ്പനിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും അവനും റിലേഷൻഷിപ്പിലായിരുന്നു. എന്നിട്ട് 5 മാസം മുമ്പ് അവൻ പുതിയ കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം അവൻ എന്നെ വിളിക്കുന്നൊക്കെ പറഞ്ഞു, എൻ്റെ അടുത്ത് സംസാരിക്കുന്ന പറഞ്ഞു. വളരെ റീസെൻ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാവണം അവന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. കുട്ടി, ആ കാര്യം എനിക്കറിയാം. എന്തായാലും ഇത്രയും വരെയൊക്കെ ആയില്ലേ, എനിക്ക് എന്തായാലും ഗോകുലിനെക്കാട്ടും നല്ലൊരു ആളെ കിട്ടും. ഇനി അതോർത്ത് വിഷമിച്ചിരിക്കണ്ട. അതോർത്ത് ഞാൻ കുറേ കരഞ്ഞതായിട്ടാ. പക്ഷെ ഞാനിപ്പോൾ വന്നത് അത് കേൾക്കാനല്ല. ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവന് പുതിയ ബൈക്കൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 1 ലക്ഷം രൂപ ചിട്ടി എടുത്ത് കൊടുത്തിരുന്നു. അതിൻ്റെ EMI ഇപ്പോഴും ഞാൻ അടച്ചുകൊണ്ടിരിക്കണം. എൻ്റെ വീട്ടിൽ നല്ല ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് ഏട്ടാ. അപ്പോൾ അവനോടൊന്ന് സംസാരിച്ചിട്ട് എനിക്ക് ആ പൈസ തിരിച്ചു തരാൻ പറയണം. അവനിപ്പോ കമ്പനി ട്രിപ്പായിട്ട് രാജസ്ഥാനിലാണ്. ദയവ് ചെയ്ത് അവനോടൊന്ന് സംസാരിച്ച് എന്നെ ഒരു തീരുമാനം അറിയിക്കണം. എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. എന്താ നിന്റെ തീരുമാനം? എത്രയും പെട്ടെന്ന് ആ ക്യാഷ് സെറ്റിൽ ചെയ്യണം. ചേട്ടാ എൻ്റെ ഇപ്പൊ അത്ര കാശിന് എടുക്കാനില്ല. നാളെ ഇതിന്റെ പേരിൽ ആ പെണ്ണ് നമ്മുടെ വീട്ടിൽ കയറി വന്നാ നിന്നെ അഭിമാനത്തോടെ മാത്രം കാണുന്നൊരു അമ്മയുണ്ട്. ആ അമ്മയ്ക്ക് സഹിച്ചെന്ന് വരില്ല. ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നാ എടുക്കാൻ വേണ്ടി മാത്രം സേവിങ്സിൽ കുറച്ച് പൈസ ഞാൻ കരുതിയിട്ടുണ്ട്. അതിൽ നിന്ന് തൽക്കാലത്തേക്ക് എടുത്ത് ഞാൻ അവർക്ക് പൈസ കൊടുക്കാം. പക്ഷെ ചിട്ടി പിടിച്ചോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടോ 1 മാസത്തിനുള്ളിൽ ആ പൈസ നീ എനിക്ക് തിരിച്ചു തരണം. മനസ്സിലായോ നിനക്ക്? ചേട്ടാ അമ്മ ഇതൊന്നും അറിയിക്കരുത്. താടിയോടെ പോയി. ഒരു ഓഡീഷന് വേണ്ടിയിട്ട്. ഓ ഇതിപ്പോ കണ്ട അവന്റെ അനിയനാണെന്നല്ലേ നിന്നെ കണ്ടാ പറയുള്ളൂ. അപ്പൊ എളുപ്പമുണ്ടല്ലോ, വീട്ടിലെ കാര്യം ഒന്നും നോക്കണ്ടല്ലോ. അവൻ സമ്പാദിച്ചു കൊണ്ടുവരണ തിന്നോണ്ടിരുന്നാ മതിയല്ലോ. മാറില്ല അങ്ങോട്ട്.